ഡാറ്റകൾക്ക് വേണ്ടിയും കേന്ദ്ര നേതൃത്വത്തിനെതിരെയുമുള്ള സമരങ്ങളിൽ മാത്രമല്ല താൻ പങ്കാളിയാവുക. ആവശ്യമെങ്കിൽ കേരളത്തിലെ PSC റാങ്ക് ജേതാക്കളുടെ സമരത്തിന്റെയും ഭാഗമാകും. കൂടുതൽ പഠിച്ച ശേഷം സമരത്തിന്റെ ഭാഗമാകുമെന്ന് അവതാരക രഞ്ജിനി ഹരിദാസ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് നയിച്ച കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ രഞ്ജിനി പങ്കെടുത്തിരുന്നു. ദില്ലിയിലെ സമരത്തിന് സജീവമായതിന് പിന്നാലെ എന്തുകൊണ്ട് PSC സമരത്തിന്റെ ഭാഗമാകുന്നില്ല എന്ന ചോദ്യം സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. ഇതോടെയാണ് പ്രതികരിച്ച് താരം രംഗത്തെത്തിയത്. PSC റാങ്ക് ജേതാക്കളുടെ സമരത്തിന്റെ ഭാഗമാകുമോ എന്ന് ചോദിച്ച് തനിക്ക് നിരന്തരം സന്ദേശങ്ങൾ ലഭിക്കാറുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഇക്കാര്യം രഞ്ജിനി അറിയിച്ചത്. സമരത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ ആവശ്യമുണ്ട് എന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു. ഓൺലൈനിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആരോടെങ്കിലും നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുമോ എന്നാണ് രഞ്ജിനി ചോദിച്ചത്. രഞ്ജിനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. കേരള PSC റാങ്ക് ഹോൾഡർമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധാരാളം സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതിനു മുൻപ് എനിക്ക് കുറച്ച് പശ്ചാത്തല വിവരങ്ങൾ ആവശ്യമാണ്. ഓൺലൈനിൽ മതിയായ വിവരങ്ങൾ ലഭ്യമല്ല. സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവരിൽ ആരുമായെങ്കിലും എനിക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ദയവായി ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എനിക്ക് നേരിട്ട് സന്ദേശമായി അയച്ചു തരിക. എന്നാൽ പൊതുസമൂഹത്തിൽ രഞ്ജിനിയുടെ ഈ ഒരു പ്രതികരണത്തിനെതിരെ പല രീതിയിലുള്ള വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് വരുന്നത്. ഇത് ഇപ്പോ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കേന്ദ്രത്തിനെതിരെ പലയിടങ്ങളിലും സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചു. അങ്ങനെ ഒരു പ്രതിഷേധം ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ രണ്ട് ചേരിയിലായി കഴിഞ്ഞപ്പോൾ താൻ എല്ലായിടത്തും ഒരുപോലെ ന്യൂട്രലാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം മാത്രമല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ അതിന്റെ ആത്മാർത്ഥത മനസ്സിലാക്കി ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം എന്നതാണ് മറ്റു ചിലർ പറയുന്നത്. ഒരുപക്ഷെ നല്ല രീതിയിൽ തന്നെയായിരിക്കും തനിക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി വാദിക്കാൻ സാധിക്കും എന്നുള്ള ആ രഞ്ജിനിയുടെ കോൺഫിഡൻസ് തന്നെയായിരിക്കും ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ രഞ്ജിനിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇനി സാധിക്കുന്നവർ ഇത്തരത്തിലുള്ള വിവരങ്ങൾ രഞ്ജിനിക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യുകയാണ് എങ്കിൽ രഞ്ജിനി കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കും ഒരു സഹായകമാകില്ലേ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്, വിലയിരുത്തുന്നത്. എന്നാലും അറിയുന്നവർ ഈ വിവരങ്ങൾ, രഞ്ജിനിയുടെ സഹായം ആവശ്യമുള്ളവർ രഞ്ജിനിയുടെ ഈ ഒരു കുറിപ്പിന് താഴെ വിവരങ്ങൾ ഷെയർ ചെയ്യുക. ഒരുപക്ഷെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ രഞ്ജിനിക്ക് ഈ പൊതുസമൂഹത്തിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. ഇതൊരു പുതിയ തുടക്കമായി മാറട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.